H1 വിസയുടെ ഫീസ് $1,00,000 ആക്കിയപ്പോൾ ഇന്ത്യയിൽ നിന്നൊക്കെ തിരിച്ചിങ്ങോട്ട് വരാനായിട്ട് ആളുകൾ പരക്കം പായുകയായിരുന്നു. കാരണം ആകപ്പാടെ അത് നടപ്പാക്കുന്നതിന് പിന്നെ $1,00,000 ഫീസ് ഏർപ്പെടുത്തുന്ന ആ സ്ഥിതി, അതിന് പിന്നെ സമയപരിധി കൊടുത്തിരുന്നത് ഒരു ദിവസം 1-2 ദിവസത്തിൻ്റെ സമയപരിധിയാണ് കൊടുത്തിരുന്നത്. അപ്പം ആളുകൾ എങ്ങനെയും തിരിച്ചു വരണമെന്ന് വക്കീലന്മാരും അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് പോലുള്ള കമ്പനികളും പറഞ്ഞു. അപ്പം നാട്ടിലൊക്കെ പോയ ആളുകൾ $8,000 വരെ കൊടുത്തൊരു വൺ വേ ടിക്കറ്റ് പിന്നെ വാങ്ങിയെന്നാണ് പറയുന്നത്. അത്രയധികം പിന്നെ അതിനേക്കാളുപരി അവരനുഭവിച്ച ആ മാനസികമായിട്ടുള്ളൊരു സംഘർഷം അത് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ജോലി പോകുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ തിരിച്ചിങ്ങോട്ട് വരാൻ പറ്റാത്ത ഒരവസ്ഥ, പിന്നെ ഫാമിലിയും മറ്റുള്ളവരും എല്ലാം ചിലപ്പോൾ ഇവിടെ ആയിരിക്കും, അവർ പിന്നെ അവിടെ തന്നെ കഴിയേണ്ടി വരുന്ന ഒരവസ്ഥ പോലും ഉണ്ടാകുമോ എന്ന് പേടിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തായാലും പിറ്റേ ദിവസം തന്നെ സർക്കാർ അതിന് വിശദീകരണം ഇറക്കിയത് ഇത് ഇപ്പോൾ നിലവിൽ വരുന്നതല്ല, ഇത് പിന്നെ അടുത്ത സീസണിൽ ഇനി അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ മാത്രമാണ് ഇത് ബാധകമാകുക. അതുവരെ ഒരു പ്രശ്നമില്ല, ഇതൊരു വൺ ടൈം ഫീസാണ്. അതുപോലെ തന്നെ പുതിയ അപേക്ഷകൾക്ക് മാത്രമേ ഇത് ബാധകമാകുള്ളൂ, ഇത് പുതുക്കുന്നതിനും മറ്റും ബാധകമല്ല എന്ന് പറഞ്ഞു. അപ്പം പുതിയ അപേക്ഷകൾ ഇനിയിപ്പോൾ അടുത്ത വർഷം ഫെബ്രുവരി മാർച്ച് ആ സമയത്തേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അന്നേരത്തേക്കേ ഇത് ബാധകമാവുള്ളൂ. പക്ഷേ അത് പിന്നെ ആ ഒരു വിശദീകരണം കിട്ടാനായിട്ട് ഒരു ദിവസത്തിലേറെ എടുത്തു. അപ്പോൾ ആളുകൾ അനുഭവിച്ച വിഷമതകൾ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ 4chan എന്ന് പറഞ്ഞ നമ്പർ 4chan എന്ന് പറഞ്ഞ ഒരു CHAN ഒരു സൈറ്റുണ്ട്. അവിടെ ഈ ചർച്ചകളും മറ്റും നടക്കുന്ന ഒരു വേദി, റെഡിറ്റൊക്കെ പോലെ. അപ്പോൾ അതിൽ പിന്നെ അതുപോലെ തന്നെ ഈ വലിയ കൊലപാതകങ്ങളും മറ്റും വെടിവയ്പ്പിനൊക്കെ മുമ്പ് അവരുടെ ഈ മാനിഫെസ്റ്റോ ഒക്കെ പ്രക്ഷേപണം ചെയ്യുന്ന അവിടെയാണ് അതിൻ്റെ അകത്താണ് ഇടുന്നത്. അപ്പോൾ അതിൽ ഏതോ ഒരാൾ എഴുതിയിരിക്കുന്നു ക്ലോഗ് ദ ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ ഈ ടോയ്ലറ്റിൽ ഒരുപാട് കടലാസ് അങ്ങോട്ട് ഇട്ടാൽ ടോയ്ലറ്റ് പിന്നെ ക്ലോസറ്റ് പ്രവർത്തിക്കാതാകും എന്ന് പറഞ്ഞതുപോലെ ഈ ഇന്ത്യയിൽ നിന്നുള്ള വിമാന കമ്പനികൾ, ഈ വിമാന സർവീസുകൾ അവരുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ ചെക്ക്-ഇൻ അതിൻ്റെ അതുപോലെയുള്ള പിന്നെ കാര്യങ്ങൾ ഓപ്പൺ ചെയ്തങ്ങിടുക. അങ്ങനെ ഒരുപാട് പേര് ഓപ്പൺ ചെയ്തിടുമ്പം ആ വെബ്സൈറ്റ് പ്രവർത്തിക്കാതാകും. അങ്ങനെ ആളുകൾക്ക് ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതിനുള്ള ആ വിമാന സർവീസുകളെ അത് ബാധിക്കും. അങ്ങനെ ആളുകൾ വരുന്നത് തടയണം. വാസ്തവം പറഞ്ഞാൽ എത്ര ക്രൂരമായ ഒരു ചിന്താഗതിയാണ്. അത് ഭരിച്ചോ ഇല്ലയോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, അങ്ങനെ കാര്യമായിട്ട് ഭരിക്കാനുള്ള സാധ്യതയുമില്ല. പക്ഷേ എന്നാൽ കൂടി എത്ര ക്രൂരമായിട്ടാണ് ആളുകൾ ചിന്തിക്കുന്നത്. ഒരാളുടെ ജീവിതം, ഒരാളുടെ ജീവിത മാർഗം, ഇതൊക്കെ തടയാനും നഷ്ടപ്പെടുത്താനുമായിട്ട് മനുഷ്യർ ചിന്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ H1 വിസയോടും അതുപോലെ തന്നെ ആ ഇന്ത്യക്കാരോടും ഉള്ള ഒരു എതിർപ്പാണ് അവിടെ കാണുന്നത്. ആ റേസിസം ശക്തിപ്പെടുന്ന ഒരു സൂചന പോലും അതിൽ നിന്ന് തോന്നിപ്പോയി. എന്തായാലും നമ്മൾ പിന്നെ ഈ H1 വിസയോടുള്ള ആ വിരോധം അതിനും അപ്പുറത്തേക്ക് അത് പോകുന്നു. അതുതന്നെയാണ് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയും പറഞ്ഞത്. പ്രസിഡൻറ്റിൻ്റെ ഈ നയങ്ങൾ റേസിസം വർദ്ധിപ്പിക്കാനായിട്ട് ഇടയാകും, ഇന്ത്യക്കാരെ നോട്ടപ്പുള്ളികളാക്കാനും ആക്രമിക്കാനും ഒക്കെ ഇത് ഇടയാക്കും എന്നാണ് പറഞ്ഞത്. അത് അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടില്ല. പക്ഷേ അത് അങ്ങനെ കൂടാഴുകയുമില്ല. നമ്മളൊക്കെ കരുതലുണ്ടാവേണ്ടത് ആവശ്യം തന്നെ. എത്ര കരുതലെടുക്കാൻ പറ്റും നമുക്ക്, അത് വേറൊരു കാര്യം. ഇനി ഇതിൻ്റെ ഇടയിലാണ് ശശി തരൂരിൻ്റെ പ്രസ്താവന വന്നത്. ഈ അമേരിക്കക്കാരും അമേരിക്കയിലെ ജനങ്ങളും പിന്നെ ഈ ജനപ്രതിനിധികളൊന്നും കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല എന്ന്. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണെന്നുള്ള ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മളിൽ പലർക്കും ഇതിനോട് ഈ H1 നിയന്ത്രണം ഏർപ്പെടുത്തിയതിനോട് താല്പര്യമാണെന്നുള്ള മറ്റൊരു കാര്യം. അപ്പോൾ എന്തായാലും അതിന് ഒരു മറുപടി നമ്മുടെ ഹിന്ദു അമേരിക്കൻ പിന്നെ ഫെഡറേഷൻ്റെ അവർ ഈ RSS ആ നിലപാടുകളൊക്കെ അംഗീകരിക്കുന്നവരാണെന്നാണ് പറയുന്നത്. അപ്പം അതിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുഹാഗ് ശുക്ല തന്നെ ഒരു പ്രസ്താവന ഇറക്കി. അദ്ദേഹം അവർ ആരുമായിട്ടോ പത്രത്തിൽ സംസാരിച്ചത്. അവർ പറയുന്നത് ഈ ഇന്ത്യൻ അമേരിക്കക്കാർ കഴിയാവുന്നതൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരു പരിധിക്കപ്പുറത്ത് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഈ ഇന്ത്യ തീരുമാനം എടുക്കുന്നത്, ഇവിടെ നമ്മളോട് പ്രവാസികളോടൊന്നും ചോദിച്ചിട്ടുള്ള ഇന്ത്യയുടെ തീരുമാനം എടുക്കുന്നത്. അപ്പോൾ ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് എല്ലാം അതിനെ അംഗീകരിച്ചുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റിയെന്ന് വരില്ല. അതിന് പിന്നെ ലോബിസ്റ്റുകളെയൊക്കെ നിയമിക്കണം എന്നാണ് അവർ പറഞ്ഞത്. അപ്പം എല്ലാ കാര്യങ്ങളും ഈ പ്രവാസികളെ എങ്ങനെ ബാധിക്കും ഓരോ തീരുമാനം എടുക്കുമ്പോഴും എന്ന് ഇന്ത്യൻ സർക്കാർ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ അവരുമായിട്ടൊരു ചർച്ചയ്ക്കോ, കാരണം ഇവരൊക്കെ സർക്കാരിനെ അനുകൂലിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരുമായിട്ടൊരു ചർച്ചയോ ഒരു ഇൻ്ററാക്ഷനോ ഒക്കെ ഉണ്ടാകുന്നതും നല്ലതാണ്. ഇപ്പം സർക്കാർ തീരുമാനങ്ങൾ എടുക്കുന്നു, അതുപോലെ തന്നെ അടിച്ചേൽപ്പിക്കുന്നു എന്നല്ലാതെ ഒരു ഇൻ്ററാക്ഷനോ ഒന്നുമില്ല. പിന്നെ ആളുകൾ ഇന്ത്യയോടുള്ള സ്നേഹം കൊണ്ട് ഇവിടെയുള്ള ആളുകൾ ഇന്ത്യ എന്ത് കാണിച്ചാലും എന്ത് നിലപാടെടുത്താലും നമ്മളതിനെ അംഗീകരിക്കുന്നു. നമുക്കറിയാം, നമ്മൾ നാട്ടിലൊക്കെ ചെല്ലുമ്പം ഇമിഗ്രേഷൻ കൗണ്ടറിലൊക്കെ ഇല്ലാത്ത ഓരോ കാര്യങ്ങൾ, ഇല്ലാത്ത ഓരോ പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് പോലും
അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ പോലും ഇപ്പോൾ OCI കാർഡുള്ളവർ പോലും പിന്നെ പ്രശ്നങ്ങൾ നേരിടുന്നത് അതിന് അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഒരു നിലപാട് പോലും അനുകൂലമായൊരു നിലപാട് പോലും പലപ്പോഴും നമ്മൾ കാണാറില്ല. പക്ഷേ എങ്കിലും ഇന്ത്യയോടുള്ള സ്നേഹം കൊണ്ട് ഇന്ത്യക്കാരോടുള്ള സ്നേഹം കൊണ്ട് നമ്മളിപ്പോഴും ആ ഇന്ത്യൻ നിലപാടുകളെ അംഗീകരിക്കുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ വന്നപ്പോഴത്തേക്ക് സർക്കാരിൻ്റെ ആ നിലപാടല്ല, ഇവിടെയുള്ള ആളുകൾക്ക് അവരുടേതായ താല്പര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് തെളിഞ്ഞത്. അതുകൊണ്ടാണ് പലരും ഇതിനെതിരെ ശബ്ദിക്കാനായിട്ട് മടിക്കുകയും ചെയ്തത്. അപ്പം ഈ ഡയസ്പോറ എന്ന് പറഞ്ഞാൽ ഈ പിന്നെ പ്രവാസ ലോകം അതിനെ ഈ ഇന്ത്യൻ നിലപാടുകൾ എല്ലാ നിലപാടുകളെയും അംഗീകരിച്ചു എന്ന് വരില്ല. അതിന് അവർക്കും അവരുടേതായ ഓരോ സ്ഥലത്തും ഓരോ രാജ്യത്തിനും ഓരോ തരത്തിലുള്ള നിലപാടുകൾ ഓരോ രാജ്യത്തുള്ളവരും അവരുടേതായ നിലപാടുകൾ ഉണ്ടാകും എന്നുള്ളത് അംഗീകരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇക്കാര്യത്തിലും അതാണ് ഉണ്ടായത് എന്ന് തോന്നുന്നു. എന്ന് കരുതി ഇന്ത്യക്ക് അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ തന്നെ നമുക്കുണ്ട്. കാരണം ഈ നയതന്ത്ര ചർച്ചകൾ കാര്യമായിട്ട് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അത് വിജയം കാണും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് ഉണ്ട് താനും.